നമസ്കാരം. ഈ വ്യാജ പ്രൊഫൈൽ ഐ ഡി അല്ലെങ്കിൽ ഈ പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന് തെറി വിളിക്കുന്ന ടീംസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് SFI ഒരു ആദരവ് ഒരുക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ തന്നെ പറയുന്നില്ല, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PS സഞ്ജീവ് വിശദീകരിച്ചു തരും. ഇനിയിപ്പോൾ തെറിയൊക്കെ എഴുതിയിട്ടിട്ട് വലിയ കേമത്തം ചമഞ്ഞിരിക്കാമെന്ന് കരുതുന്നവർക്ക് എന്ത് ആദരവാണ് വരുന്നതെന്ന് ഒന്ന് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ KM സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ ആ ഫോട്ടോൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അങ്ങേയറ്റം അരാഷ്ട്രീയം എന്ന് മാത്രമല്ല, മര്യാദയും മാന്യതയും ഇല്ലാത്ത നിലയിൽ ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വണ്ണത്തിലാണ്. ഇതൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് നമ്മളൊക്കെ ട്രെയിനിൻ്റെ ഭിത്തികളിലും പൊതു ശൗചാലയങ്ങളുടെ ഭിത്തികളിലൊക്കെ ഉണ്ടായിരുന്ന അശ്ലീല കമൻറ്റുകളുണ്ടല്ലോ, ആ കമൻറ്റുകൾ ഇടുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത്. ഇവർക്കെതിരെയൊക്കെയുള്ള പരാതി ഞങ്ങൾ പോലീസിൽ കൊടുക്കുന്നുണ്ട്. ആ പരാതി രമേശ് ചെന്നിത്തലയുടെ പോലീസും ഈ പറഞ്ഞ ആളുകളും സ്വീകരിക്കുമോ എന്നത് തന്നെ ഞങ്ങൾക്ക് സംശയമാണ്. കാരണം രാഷ്ട്രീയ പ്രതികരണം നടത്തുന്ന ആളുകളെ സസ്പെൻഡ് ചെയ്യാനുള്ള തിരക്കിലാണ് അവരൊക്കെയും. അപ്പോൾ ഒന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഈ വ്യക്തികളെയൊക്കെയും വ്യക്തിപരമായി തന്നെ നേരിട്ട് കണ്ട്, സഹോദര എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഞങ്ങൾ എന്താ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട് നേരിട്ട് സംസാരിക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. അത്തരം ആളുകളുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ സംഘടനയുള്ള സ്ഥിതിക്ക് ഓരോ പ്രദേശത്തെയും തിരിച്ചറിയാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ആ ബുദ്ധിമുട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ, രാഷ്ട്രീയപരമായ എന്ത് പ്രചരണത്തെയും ഞങ്ങൾ നേരിടും. പക്ഷേ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ, അശ്ലീല കമൻറ്റുകൾ, വ്യക്തിപരമായ അധിക്ഷേപം, ബോഡി ഷെയ്മിങ് എന്തൊക്കെയാണ് വിളിക്കുന്നത്, ഞാനൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല ആ വാക്കുകളൊന്നും. ഇതൊക്കെ ഇനിയും സഹിച്ചു പോകണം. അത് മുഖ്യധാര ഇടതുപക്ഷം മാത്രം അർഹിക്കുന്ന കാര്യമാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുകളിലേക്ക് ഒരു പൊതുബോധം ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അത് ശരിയാണോ? അത് നമുക്ക് ഇനിയും അങ്ങനെ തന്നെ അംഗീകരിച്ചു പോകാൻ കഴിയുന്ന ഒന്നല്ല എന്ന് അറിയിക്കാൻ തന്നെയാണ് ഇങ്ങനെ മാധ്യമങ്ങളെ കാണുന്നത്. ചില മുതുക്ക് ഡേറ്റ് എക്സ്പയറി ടീംസ് ഉണ്ട്. അവർക്കാണ് ഈ ചെറിയ ഞരമ്പിൻ്റെ പ്രശ്നമുള്ളത്. ആരെയും കയറി എന്തും സോഷ്യൽ മീഡിയയിലൂടെ വിളിക്കാം. കാര്യം സഞ്ജീവ് പറഞ്ഞ പോലെ പണ്ട് ടോയ്ലറ്റിലും അല്ലെങ്കിൽ പണ്ട് പൊതു ടോയ്ലറ്റുകളിലും ട്രെയിനിൻ്റെ ടോയ്ലറ്റുകളിലൊക്കെയാണ് ഈ ഞരമ്പൻ മനോരോഗികളൊക്കെ ഈ തെറിയൊക്കെ എഴുതി സാറ്റിസ്ഫൈ ചെയ്ത്, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ താഴെ പോയി പൂര തെറി വിളിക്കാൻ ആരോ ഉപദേശം കൊടുത്തിരിക്കുകയാണ്. കാര്യം ഇവർ വിചാരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്, പോയി അങ്ങ് തെറി വിളിച്ചാലേ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ളവരെ തെറി വിളിക്കുന്നത്, അവരെ ബോഡി ഷേമിംഗ് നടത്തുന്നത്, അധിക്ഷേപം നടത്തുന്ന ചില പ്രത്യേക താല്പര്യക്കാരുണ്ട്. അതിൽ ഒരു സംതൃപ്തി കണ്ടെത്തുന്നവർ. അപ്പോൾ അവർക്ക് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ തന്നെയാണ്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം ഐഡികൾക്ക് പുറകിൽ എത്രയെന്ന് പറഞ്ഞ് പോലീസിന് പോകാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നേരെ വീടുകളിലേക്ക് അങ്ങ് ചെല്ലുക, വീട്ടുകാരെ എല്ലാം വിളിച്ചിരുത്തി ആ ആദരവ്, ഈ കടവായിലെ ചില ഇടങ്ങളിലുള്ള ആ ആദരവാണ് കൊടുക്കേണ്ടത്. ഒന്ന് രണ്ട് പല്ലുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, അങ്ങ് ഇളവി അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഈ ചൊറിച്ചിലിൻ്റെ അല്ലെങ്കിൽ ഈ മനോരോഗത്തിനൊരു ശാന്തി വരും. ചിലരുടെയൊക്കെ നിർദ്ദേശപ്രകാരം എവിടെയും ചെന്നിട്ട്, കാര്യം പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ പിള്ളേരല്ല ഇത് ചെയ്യുന്നത്, ചില മുതുക്ക് കിളവന്മാരാണ്. അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ല, ഈ ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞ് കാലന് പോലും വേണ്ടാതിരിക്കുന്ന, സമൂഹത്തിന് ജീവിച്ചിരുന്ന കാലത്തെ ബാധ്യതയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീട്ടുകാർക്ക് പോലും ഒരു ഗുണവും മണവും ഇല്ലാത്ത ഇത്തരം കേസുകൾക്ക് വേറെ ഒരു പണി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് എടുത്തു വെച്ചിരുന്നിട്ട് ഇമാതിരി ചൊറിച്ചിൽ കാണിക്കുന്നത്. ഇവർ വിചാരിക്കുന്ന ഈ കാണിക്കുന്ന എന്തെല്ലാം കേമത്തരമാണ്. ഞങ്ങൾ ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം പേടിച്ചു പോകുമെന്ന് കരുതുന്നവന്മാരത്തൊക്കെ പറയാനുള്ളത്, പിള്ളേർ വന്നിട്ടെങ്ങാനോ അങ്ങോട്ട് ഈ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാലി വീണ് നിലവിളിക്കാനും മാപ്പ് പറയാനും ഒരു മടിയില്ലാത്ത ടീംസ് ആണെന്ന് അറിയാതെ പറ്റിപ്പോയതാണ്. മദ്യലഹരിയിലായിരുന്നു, സ്ഥിരം നമ്പറുകൾ ഇതൊക്കെയാണല്ലോ ഡയലോഗ് അടിച്ചതിന് ശേഷം. കാര്യം അതുവരെ കരുതുന്നത് ഞാൻ ഏതോ സേഫ് സോണിലാണെന്നാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ വിമർശിക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. എതിരഭിപ്രായമുള്ളിടത്ത് എതിരഭിപ്രായം പറയണമെന്ന്. കാര്യം വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ഓരോ വിഷയത്തിൽ അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ തെറി പറയുക എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായവും ഇല്ലാത്തവന്, ആ വിഷയത്തിൽ ഒന്നും പറയാൻ അറിയാത്തവന് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്തോ കേമനാണ്, ഞാൻ മിടുക്കനാണ്, അത് പറയാൻ എനിക്ക് വലിയ കഴിവാണെന്ന് പറഞ്ഞാൽ എല്ലില്ലാത്ത നാവുള്ള ഏവനും ചെയ്യാൻ പറ്റുന്ന, വിവരമില്ലാത്ത ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. പിള്ളേരങ്ങനെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ആദരവ് കിട്ടിക്കഴിഞ്ഞാൽ, ഒന്നാമത് പ്രായം കൊണ്ടേ പഞ്ചറായിരിക്കുകയാണ്. ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള കാലത്ത്, അതായത് ശിഷ്ടകാലത്ത് വെച്ചെടുത്താനും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിലൊക്കെ എന്ത് ചെയ്യപ്പെടാൻ പോവുകയാണ്, നാണം കെടാൻ പോകുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നതിന് ശേഷം ഡയലോഗ് അടിയും, അതായത് എണീറ്റ് നിന്ന് നേരെ മുള്ളാ ശേഷിയില്ല, ഡയലോഗ് അടിക്കുന്നതിന് ഒരു കുറവുമില്ല.
താനെന്തോ പണ്ട് കാലത്ത് ഏതാ വലിയ ഷൂ ആയിരുന്നു, അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാവരും ഇതൊക്കെ കേട്ടാൽ ഭയന്നു പോകുമെന്നാണ് ഈ മുതുക്ക് മടലുകൾ കരുതുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ ചാട്ടത്തിനോ അല്ലെങ്കിൽ ഈ ഡയലോഗ് അടിക്കും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലുള്ള തെറി വിളിച്ചു കഴിഞ്ഞാൽ അങ്ങ് നിർത്താൻ പോകണമെന്നൊന്നും കരുതരുത്. ഊളത്തരങ്ങൾ പറയുന്നതിനൊരു പരിധി. ഒരു കാര്യം, ഈ മറഞ്ഞിരുന്ന് പറയാൻ ഏവനും ധൈര്യം ഉണ്ടാവും, ഇതുപോലെ മുഖം കാണിച്ച് പറയാൻ നിനക്കൊക്കെ ധൈര്യം ഉണ്ടാവും, കുറച്ച് വിറയ്ക്കും. അതുകൊണ്ട് ഈ മറഞ്ഞിരുന്ന് ഈ തെമ്മാടിത്തരം പറയുന്നവന്മാരെ നേരിട്ട് കാണുക, വീഡിയോ എടുക്കുക, സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുക, അതിനുശേഷം ആദരവ് അത് ഓഫ് ചെയ്തതിന് ശേഷം വയറ് നിറച്ച് കൊടുക്കുക എന്നുള്ളത് പിള്ളേർ ഏറ്റെടുക്കുന്നതോടുകൂടി പലർക്കും പണി റെഡി ആയിട്ടുണ്ട് എന്ന് ഇപ്പോഴേ അറിയിക്കുകയാണ്. ഇനി അറിഞ്ഞില്ല, കേട്ടില്ല, കണ്ടില്ല എന്നൊന്നും പറയല്ലേ.